നമസ്കാരം. കെ മുരളീധരൻ അങ്ങനെ പണി തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ സാധാരണ പ്രവർത്തകരെ കയ്യിലെടുക്കാനുള്ള എല്ലാ പരിപാടികളും മുരളീധരൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ. ആര്യനാട് സംഘടിപ്പിച്ച ഒരു പഠന ശിബിരത്തിലാണ് മുരളീധരൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. തൃശ്ശൂരിലെ തോൽവിക്ക് ശേഷം ആദ്യമായി അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി കൂടിയായിരുന്നു അത്. എന്നാൽ അത് കുറച്ച് കടുത്തുപോയി. നേതൃത്വത്തെയും നിലവിലുള്ള പ്രവർത്തകരെയും ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിച്ചുകൊണ്ടാണ് മുരളീധരന്റെ അടി. എന്നാൽ നേതൃത്വവുമായി യാതൊരു പ്രശ്നവും തനിക്കില്ലെന്ന് പറഞ്ഞു മാറുമ്പോഴും എന്തൊക്കെയോ എവിടെയൊക്കെയോ ഉള്ളതുപോലെ തന്നെയാണ് നമുക്ക് തോന്നുക. മുരളീധരൻ പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം. സംസ്ഥാന തലത്തിലുള്ള ഒരു പരിപാടിയിലും തൽക്കാലം പങ്കെടുക്കില്ല. എന്നാൽ ഇത് പഞ്ചായത്ത് തലത്തിലുള്ള പരിപാടിയാണെന്ന് ആദ്യം തന്നെ പറഞ്ഞു വെച്ചു. അതായത് അദ്ദേഹം നേരത്തെ പറഞ്ഞതും അത് തന്നെയായിരുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സാധാരണ പ്രവർത്തകർക്ക് ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് തീരുമാനം എന്ന്. എന്നാൽ അത് അക്ഷരാർത്ഥത്തിൽ ഉറപ്പിക്കുന്ന തരത്തിലാണ് മുരളീധരൻ ആര്യനാട് എത്തിയത്. എന്നാൽ എന്താണ് ഇത്തരത്തിലൊരു നീക്കത്തിന്റെ പ്രസക്തി? മുരളീധരനെ ഇപ്പോൾ ആര്യനാടുള്ള പ്രവർത്തകർ അല്ലെങ്കിൽ ആര്യനാട് പഞ്ചായത്തിലുള്ള സാധാരണ പ്രവർത്തകർ ഒരു ദേശീയ നേതാവ് എന്ന നിലയിലാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ നേതൃസ്ഥാനത്ത് തന്നെയാണ് അവിടുത്തെ കോൺഗ്രസ്സുകാർ മുരളീധരനെ കാണുന്നത്. രാഷ്ട്രീയത്തിൽ നിരവധി നെറുകേടുകൾക്ക് ഇരയാകേണ്ടി വന്ന അദ്ദേഹത്തെ സാധാരണ പ്രവർത്തകർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയുമാണ്. ഇതിലൂടെ സാധാരണ പ്രവർത്തകർക്കിടയിൽ ഒരു വലിയ മുന്നേറ്റവും വിശ്വാസവും ആർജിച്ചെടുക്കാൻ മുരളീധരന് കഴിയും. അവിടെ പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തകർക്ക് ഒരു ഉപദേശം കൂടി അദ്ദേഹം കൊടുക്കുന്നുണ്ട്. എന്നും ഇങ്ങനെ അടിവാങ്ങി നടന്നാൽ മതിയോ? അധികാരത്തിലേക്ക് എത്തേണ്ടേ എന്നാണ് അദ്ദേഹം ഉയർത്തുന്ന ചോദ്യം. എന്ന് വെച്ചാൽ സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നതിനെ കുറിച്ചല്ല, മറിച്ച് പഞ്ചായത്ത് തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കാര്യമായ പ്രവർത്തനം നടത്തണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ വന്നാൽ പഞ്ചായത്തുകളുടെ എല്ലാം ഭരണം കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിയും. നിലവിലുള്ള നേതൃത്വത്തിൻ്റെ കീഴിൽ താഴെ തട്ടിലുള്ള പ്രവർത്തനം കാര്യമായി നടക്കുന്നില്ല. സാധാരണ പ്രവർത്തകരെ മുൻനിരയിലേക്ക് എത്തിക്കാനുള്ള യാതൊരു നീക്കവും നടക്കുന്നില്ല എന്ന് കുറ്റം പറയുമ്പോൾ അത് നിലവിലെ നേതൃത്വത്തിൻ്റെ കഴിവുകേടിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ബൂത്തുകളുടെ പ്രവർത്തനങ്ങൾക്കായി പണം ലഭിക്കുന്നുണ്ട് എങ്കിലും അതൊന്നും തന്നെ പ്രവർത്തനങ്ങൾക്കായി ലഭിക്കുന്നില്ല. ഇതിനിടയിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ തിരിമറി നടത്തുന്ന തരത്തിലാണിപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന സൂചനയാണ് മുരളീധരൻ നമുക്ക് നൽകുന്നത്. കോൺഗ്രസിലെ അധികാരമോഹത്തെക്കുറിച്ചുള്ള ചിന്തകളെയും മുരളീധരൻ വിമർശിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതായത് കോൺഗ്രസ് പാർട്ടിയിൽ 1,900 ഭാരവാഹികളുണ്ടെന്നാണ് ആ വിമർശനം. പൊതുവെ കോൺഗ്രസിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനവും അതുതന്നെയാണ്. വേദിയിൽ നിൽക്കാനാണ് കോൺഗ്രസിൽ ആളുള്ളത്, എന്നാൽ സദസ്സിലിരിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്. സത്യത്തിൽ പ്രവർത്തകരെക്കാൾ ഭാരവാഹികളുള്ള സംഘടനയാണ് കോൺഗ്രസ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവർക്കും DCCകളിലേക്ക് നേരിട്ടെത്താനാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറയുന്നു. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ്. അതിനായി നേതൃമാറ്റം അനിവാര്യമാണ്. കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കേണ്ടതുണ്ടെന്നും മുരളീധരൻ അടിവരയിട്ട് പറയുന്നു. ഇതോടെ കോൺഗ്രസിൽ രൂപം കൊള്ളുന്ന വലിയൊരു വിഭാഗീയതയാണ് വ്യക്തമാകുന്നത്. മുരളീധരനും കെ സുധാകരനും അടങ്ങുന്ന ഒരു ഗ്രൂപ്പും VD സതീശനും ചെന്നിത്തലയും M ഹസനും അടങ്ങുന്ന മറ്റൊരു ഗ്രൂപ്പും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെത്തട്ടിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ച് കെ സുധാകരൻ അവതരിപ്പിച്ച അതേ സംവിധാനം തന്നെയാണ് ഇപ്പോൾ കെ മുരളീധരനും അവതരിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം കെ മുരളീധരനും കെ സുധാകരനും ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം, അതായത് കെ കരുണാകരന്റെ ജന്മദിനത്തിന് നടത്തിയ പരിപാടിയിൽ പ്രത്യേകം ക്ഷണിച്ചിരുന്നതും കെ സുധാകരനെ തന്നെയാണ്. വിഴിഞ്ഞം തുറമുഖത്ത് മദർഷിപ്പിന് സ്വീകരണം നൽകാത്തതിന്റെ പേരിൽ, അതിന് ക്ഷണം ലഭിക്കാത്തതിന്റെ പേരിൽ വിലപിക്കുന്ന VD സതീശൻ പക്ഷേ കരുണാകരന്റെ ജന്മദിനത്തിന് വിളിക്കാത്തതിന്റെ പേരിൽ എന്തുകൊണ്ടാണ് മിണ്ടാതിരുന്നത്? പത്മജ പറഞ്ഞതുപോലെ വീക്ഷണം പത്രത്തിൽ എന്തുകൊണ്ടാണ് ചാരക്കേസിനെ കുറിച്ച് വന്ന വാർത്തയിൽ കെ കരുണാകരനെ കുറിച്ച് ഒരു വരി പോലും കൊടുക്കാതിരുന്നത്? ഇതൊക്കെ തന്നെയാണ് പ്രധാന പ്രശ്നം. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നിലവിൽ 2 തട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാക്കം കൂട്ടുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ കെ മുരളീധരന്റെ പക്ഷത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം കെ മുരളീധരൻ ഇപ്പോൾ പ്രവർത്തകർക്ക് സ്വീകാര്യനായ ഒരു നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പാലക്കാട് DCCയുടെ നേതൃത്വത്തിൽ പ്രചരിച്ച പോസ്റ്ററിലും ജനനായകനായി കെ മുരളീധരനെ തന്നെയാണ് വാഴ്ത്തിയിട്ടുള്ളത്. VD സതീശനെതിരായി കോൺഗ്രസിലെ ഒരു വിഭാഗം സാധാരണ പ്രവർത്തകർ തിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. സർക്കാരിന് എതിരായി VD സതീശൻ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ കേവലം മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന വെറും വാക്കുകൾ മാത്രമാണെന്ന് പ്രവർത്തകർക്ക് ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ കെ മുരളീധരന്റെ ഈ നീക്കം. വട്ടിയൂർക്കാവ് ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള നീക്കമാണ് മുരളീധരൻ നടത്തുന്നത്. ഇനി ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് തന്നെ അദ്ദേഹത്തിന്റെ നീക്കങ്ങളിൽ നിന്നും
വാക്കുകളിൽ നിന്നും നമുക്കറിയാൻ കഴിയും. സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാൻ ശേഷിയും കാര്യപ്രാപ്തിയുമുള്ള ഒരു നേതാവ് തന്നെയാണ് കെ മുരളീധരൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. ശക്തമായ ഒരു പ്രവർത്തന പാരമ്പര്യം അദ്ദേഹത്തിന് സ്വന്തമായുണ്ട്. ഒരു വലിയ വിഭാഗം പ്രവർത്തകർ അദ്ദേഹം കേരളത്തിൽ നിന്ന് കോൺഗ്രസിനെ പദവികളിലേക്ക് എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കടക്കം അതാണ് വേണ്ടത്. കെ മുരളീധരൻ നേതൃത്വത്തിലേക്ക് എത്തിയാൽ തന്നെ കോൺഗ്രസ് ഇന്ന് നേരിടുന്ന വിഭാഗീയത എന്ന പ്രതിസന്ധിക്ക് അയവ് വരുത്താനും കഴിയും. അതിനിടയിൽ കെ സുധാകരനുമായുള്ള ചങ്ങാത്തവും അദ്ദേഹത്തിന് ഗുണം ചെയ്യും. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനവും അദ്ദേഹത്തിന്റെ ജനസമ്മതിക്ക് കോട്ടം വരുത്തിയിട്ടില്ല. അങ്ങനെ വന്നാൽ KPCCയുടെ തലപ്പത്തേക്ക് വരെ വീണ്ടും മുരളീധരൻ എത്താനുള്ള സാധ്യതയും തെളിയുന്നുണ്ട്. അതോടെ കോൺഗ്രസിനുള്ള VD സതീശന്റെ വാഴ്ചക്കാലം അവസാനിക്കുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.